KSRTCയുടെ ഗാനമേള ട്രൂപ്പായ ഗാനവണ്ടി ഡബിൾ ബെല്ലടിച്ച് ഓട്ടം ആരംഭിച്ചു. ജീവനക്കാരും ജീവനക്കാരുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഗായക സംഘം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അരങ്ങേറ്റം നടത്തിയത്. 18 കലാകാരന്മാരടങ്ങുന്ന ഗാനവണ്ടി സംഘം ഉത്സവപ്പറമ്പുകളും മൈതാനങ്ങളും കീഴടക്കാൻ എത്തുകയാണ്. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പ് മുതൽ പാറശാല വരെയുള്ള ഡിപ്പോകളിലെ ജീവനക്കാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമാണ് ട്രൂപ്പിനായി ഓഡിഷൻ നടത്തിയത്. നമ്മുടെ കലാകാരന്മാര് ഈ ജോലിക്കിടയിലും ബുദ്ധിമുട്ടേറിയ റോഡിലൂടെയുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ജോലിക്കിടയിലും മനോഹരമായി പാടാനും ആടാനും ഞങ്ങൾക്കും അറിയാം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു സംരംഭം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തുടങ്ങുമ്പോൾ തന്നെ വളരെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള നമുക്ക് അപ്രീസിയേഷൻസ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട്. 300-ലധികം പേരെത്തിയതിൽ നിന്നാണ് 18 പേരെ തെരഞ്ഞെടുത്തത്. 11 മുതൽ 55 വരെ വയസ്സുള്ള കലാകാരന്മാരാണ് ഗാനവണ്ടിയിലുള്ളത്. ഒരിക്കലും വിചാരിച്ചില്ല ഇതിലൊരു പാട്ടാവാൻ കഴിയുമെന്ന്. പക്ഷെ ഇപ്പൊ വളരെ ഹാപ്പിയാണ്. KSRTC എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഫാമിലി പോലെയാ. എല്ലാ പരിപാടിക്കും അങ്ങനെയാ, എല്ലാവർക്കും ഒരു ഫാമിലി പോലെയാ. അപ്പം ഇങ്ങനെ ഒരു രീതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ഒരു രീതിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് വിചാരിച്ചില്ല. നെയ്യാറ്റിൻകര താലൂക്കിലെ ഉച്ചക്കട ശ്രീദുർഗ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ഗാനവണ്ടിയുടെ കന്നിയോട്ടം നടന്നത്. നമുക്കറിയാം, KSRTC പോലുള്ള ഒരു സ്ഥാപനത്തിൽ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്, മിനിസ്ട്രിയൽ വിഭാഗം ജീവനക്കാർ, അവരുടെ ദൈനംദിന സബരിയിൽ പ്രത്യേകിച്ച് സർഗശേഷിയുള്ള നിരവധിയായിട്ടുള്ള ജീവനക്കാർ ഇതിനകത്തുണ്ട്. പാട്ട് പാടുന്നവര്, ഡാൻസ് ചെയ്യുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക എന്ന ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ സാറിന്റെ സ്വന്തം താല്പര്യം, അദ്ദേഹം എടുത്ത ഒരു തീരുമാനമാണ് ഇന്ന് ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഗാനവണ്ടിയുടെ സബരിയ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും ഇന്നിപ്പോൾ നെയ്യാറ്റിൻകരയിലുമായി പരിശീലനം പൂർത്തിയാക്കിയ ആൾക്കാർ ഇന്ന് ഗാനമേള അവതരിപ്പിച്ച് തുടങ്ങുകയാണ്. ഉച്ചക്കടയ്ക്ക് സമീപമുള്ള ശ്രീദുർഗ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഈ സബരി ആരംഭിക്കുന്നത്. നിരവധി ആയിട്ടുള്ള ഓർഡറുകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. ആനവണ്ടിയിൽ നിന്ന് ഗാനവണ്ടിയിലേക്ക് എന്ന മുദ്രാവാക്യത്തോടെയാണ് ഗാനവണ്ടി സഹൃദയരിലേക്ക് എത്തുന്നത്. തിരഞ്ഞെടുത്ത മനോഹരമായ ഗാനങ്ങൾക്ക് പുറമെ നൃത്തനൃത്യങ്ങൾ, മിമിക്രി, മോണോ ആക്ട് ഉൾപ്പെടെയുള്ള കലാപ്രകടനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.